കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. എങ്ങും പച്ചപ്പും സമൃദ്ധിയും മാത്രം. എന്നാൽ ഇന്ന് കേരളം മദ്യദുരന്തങ്ങളുടെയും ലഹരി ലോബിയുടെയും താവളമായി മാറിയ വാർത്തയാണ് ദിനം പ്രതി നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ കൊച്ചു സംസ്ഥാനത്തിൽ MSMHSS കല്ലിങ്ങൽ പറമ്പിൽ +2 വിദ്യാർത്ഥികളുടെ ഒരു കൊച്ചു സംരംഭം നിങ്ങൾക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടി. ഉണ്ണേ, എടാ ഉണ്ണേ. എന്താ അച്ഛാ? നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് കൊണ്ടുപോവാ. എനിക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു അച്ഛാ. പഠിപ്പൊക്കെ നീ വന്നിട്ട് മതി. നീ വേഗം ചെല്ല്. ഒരു കാര്യം പറഞ്ഞാ നീ കേൾക്കൂല. കടയിൽ പോയി. ഞാനെങ്ങനെ കടയിൽ അച്ഛന് പീടി വാങ്ങാൻ പറഞ്ഞിട്ട് പോയതാ. ക്ലാസ് എങ്ങനെ പോണ്ട്? പോറൊന്നില്ലേ? നീ പോവാറൊന്നുമില്ല ക്ലാസ്? പോറൊന്നുമില്ല. ക്ലാസ്സിൽ ഇപ്പൊ ചാപ്റ്റർ ഒക്കെ കഴിയാനായി. പരീക്ഷ എടുക്കാൻ. എന്നാ ശരി. അച്ഛാ, അരപ്പയൊക്കെ കിട്ടിയുള്ളൂ. അതെന്താടാ? അവിടെ ഒന്നും ഇല്ല അച്ഛാ. അവിടെ അല്ല, അടുത്ത കടയിൽ പൊക്കൂടാ. അച്ഛൻ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ അച്ഛാ? നീ എന്നെ പഠിപ്പിക്കുക മാത്രം ആയോടാ. അപ്പൊ നിന്റെ അടുത്ത് പോയി നിന്റെ പണി എന്താ വെച്ചാൽ നോക്ക്. മണ്ണുണ്ണി, എങ്ങോട്ടാണ് അത്ര ധൃതിയിൽ? എനിക്ക് പോയിട്ടേ കുറെ വർക്ക് ഉണ്ട്, ഞാൻ പോവാ. ഓ പിന്നെ അവന്റെ ഒരു വർക്ക്. ക്ലാസ്സിനൊന്നും പോവാതെ ഇവിടെ ഇരുന്ന് വലിക്കാലടാ. കത്തിക്കാൻ വല്ലതും ഉണ്ടാ? എവിടെ വെച്ചങ്ങ ഇത്ര നേരം? ഒന്നും പറയണ്ട. നീ ഇന്ന് സ്കൂളിൽ പോയില്ലടാ? എന്താടാ ഇന്നിപ്പോ കൊറേ എഴുതാനൊക്കെ അല്ലടാ. ഇവൻ 2 ദിവസമായി വന്നിട്ട് ഇവന്റെ കയ്യിൽ നല്ല ഫോറിൻ സാധനമൊക്കെ ഉണ്ട്. നമുക്ക് ഇവന്റെ ഒപ്പം കൂടാ. ഞാനില്ല, ഞാൻ ക്ലാസ്സിൽ പോവാ. എന്നാ നീ പൊക്കോ.
ബാബു ആരടാ ഞാനാടാ. നീയാ? എന്താടാ എന്റെ കയ്യില്? നിനക്ക് കണ്ടിട്ടെന്താ തോന്നുന്നേ? അതല്ലടാ, എന്നാലും നീയും ഇങ്ങനെയൊക്കെ ആയാല്. ഓ, നിന്റെ ഓരോരോ സംശയങ്ങള്. നീ ക്ലാസ് പൊക്കോ, ഞാനങ്ങ് വന്നോളാം. ആരിത്? ആചാരോ? വരീൻ, ഇരിക്കീൻ. അല്ല നാരെ, നിങ്ങളിപ്പോ വീഡിയോ കളയുമ്പൊന്നും കാണില്ലല്ലോ. ഒന്നുമില്ല, സുഖമില്ലായിരുന്നു. ഉണ്ണിപ്പോ വലിയ ആളല്ല. അനക്ക് ആകെ ഉള്ളൊരു മോനാ. ഓനെന്നായാ അനക്ക് ഒന്ന്. എന്റെ മോനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവൻ പഠിക്കാനൊക്കെ മിടുക്കാം. ഈത്ത കൂട്ടുകെട്ടിലൊക്കെ ഒന്നും അവൻ പോകൂല. അല്ല, ഞാനിപ്പോ വന്ന് എന്റെ മോളെ കല്യാണം പറയാനാ. വരുന്ന ആറാഴ്ച അല്ലാതെ പിറ്റത്തെ ആറാഴ്ച എന്റെ മോളെ കല്യാണം. നിങ്ങളും കുട്ടികളെല്ലാം കൂടിയാണ് വരോണ്ടി. ഞാൻ പോട്ടെ. ആ, ഇരിക്കി. അല്ല, ബാവലി അവിടെ ഇരിക്കി. സരോജിനെ, ആചാർക്കൊരു ചായ. ചായ അവിടൊക്കെ. ചായ മാണ്ടീനില്ല. അച്ഛാ, എനിക്കൊരു 100 രൂപ വേണം. എന്തിനാണ് എനിക്കിപ്പോ 100 രൂപ? +2 പഠിക്കണം. എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും? ആ, നീ ഒച്ച വെക്കാനൊക്കെ തുടങ്ങിയില്ലേ? എന്റെ പോക്കലുണ്ടാവും, എന്നെടുത്തോ. ആ, എടാ ബാബു, നീ ഇപ്പൊ വന്നതല്ല നന്നായി. നിന്റെ കയ്യിൽ മരുന്ന് വല്ലതും ഉണ്ടോടാ? എന്തിനാടാ? വെക്കാനുള്ള മരുന്ന് എന്തെങ്കിലും? നീ ഇപ്പഴാടാ ഒരു ആൺകുട്ടിയായത്. നീ എന്റെ കാര്യം എടുക്കണം. അടയാ. നിങ്ങളെന്തായി കാണിക്കുന്നേ? ഇയാൾക്ക് കണ്ടിട്ടുള്ള തോന്നുന്നേ.
മദ്യപാനം ഇത് ഞാൻ സമ്മതിക്കില്ല. മദ്യപാനം ഹൈ. ഞാനൊന്ന് പോകാറുണ്ട്. മോനെ ഇത് ചെയ്യുന്നത് തെറ്റാണ്, നിനക്കത് അറിയില്ല. ഇങ്ങനെയാണോ ഒരു മാന്യനോട് പെരുമാറുന്നത്? ഇയാളൊരു മാന്യനാ, മാന്യൻ മാന്യൻ. അതെ ചേട്ടായി, പിള്ളേര് നല്ല മൂടിലാ. ചേട്ടായിക്ക് പോകുന്നതാ നല്ലേ. പിള്ളേരെ ഈ നിലയിലാക്കുന്ന നിങ്ങളാ. അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കും. എന്താ ഉണ്ണി കാണിക്കണ്? അന്നം തട്ടി മാറ്റിയ. എടാ ഉണ്ണി, നീ ഇതുവരെ എണീറ്റില്ലടാ. ഒരുപാട് സമയമായി. എഴുന്നേക്ക്. ഉണ്ണി, നിനക്ക് പനിക്കുന്നുണ്ടല്ലോടാ. വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. എണീക്ക് എണീക്ക്, വാ. പോവല്ലേ? അതൊന്നും വേണ്ട അച്ഛാ. അത് പറഞ്ഞാ പറ്റില്ല. പെട്ടെന്ന് വാ, പെട്ടെന്ന് റെഡിയാവും. ഇന്ന് നമ്മളെ ഉണ്ണിനെ കണ്ടില്ലടാ. അവന്റെ ആകെ എന്ന് ചെലവറിഞ്ഞു. അവൻ രാവിലെ അച്ഛൻ്റെ കൂടെ എടുക്കോ പോകുന്നുണ്ട്. ഇന്നിപ്പോ ഏതായാലും ബോസിന്റെ വക ആയിക്കോട്ടെ ചെലവ്. ആയിക്കോട്ടെ. എവിടുന്നാ രാമൻ നായരെ മോനെയും കൂട്ടി? ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കാണാൻ പോയതാ. ആർക്കാ? എന്റെ മോനൊന്ന് കാണിക്കാനായിരുന്നു. ഇന്നലെ തുടങ്ങിയതാ അവനൊരു പനി. എന്തെങ്കിലും ഉണ്ണിക്ക്? ഈ കാകുള്ളൊരു മോനെ. മതി, നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഉണ്ണിക്കിപ്പോ കള്ളും കഞ്ചാവില്ലാതെ നടക്കാൻ പറ്റാതായിക്കണല്ലേ? അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളാണല്ലോ ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരിക്കായിരുന്നു. പിന്നെ കരുതി എന്തിനാ അതൊക്കെയെന്ന്. ഞാൻ പോവാ. സരോജിനിയെ, മോള് ക്ലാസ്സിന് പോയോടി? വരി, ഇരിക്കും. എന്താ രാമൻ നായരെ, അവന്റെ പനിയൊക്കെ മാറിയോ? ഇല്ല, കുറച്ച് ഭേദമുണ്ട്.
ഞാൻ നിങ്ങളോടന്ന് കുറച്ച് പരുക്കായിട്ടൊക്കെ പെരുമാറി. ഒന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. കാരണേ നിങ്ങളെ ഉണ്ണി കൂട്ടുകാരും കൂടി അവിടെ ഇരുന്ന് ഒരു ദിവസം മദ്യപിക്കുമ്പോൾ ഞാൻ പോയി അവരെ തടഞ്ഞു. അന്ന് അവരെല്ലാവരും കൂടി എന്നെ ചവിട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടി ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലാണ് മക്കൾ വളരേണ്ടത്. അല്ല, ഉണ്ണിപ്പോൾ ഇവിടെ ഇല്ലേ? അവനകത്ത് കിടക്കുന്നുണ്ട്. എന്നാ അവനൊന്ന് വിളിച്ചാട്ടെ. ഉണ്ണി, എടാ ഉണ്ണി. വാ. എടാ ഉണ്ണി, നിന്റെ പനിയൊക്കെ മാറിയോ? എന്നെ അറിയോ നിനക്ക്? മകനെ, മദ്യവും മറ്റു ലഹരിയും മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കും. അവന്റെ ചിന്താശക്തിയെ അത് നശിപ്പിക്കും. ഒരു പ്രായത്തിലെ ഇതിനടിമപ്പെട്ടു പോയ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മിൽ ഏറെ പ്രതീക്ഷ കാണുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ പിഞ്ചോമനകളെയും നമ്മെയും നശിപ്പിക്കുന്നത് ലഹരി മാത്രമാണ്. നാം നോക്കിയാൽ നമുക്ക് തന്നെ നന്ന്. നമ്മിൽ പ്രതീക്ഷ കാണുന്ന മാതാപിതാക്കളെയും അധ്യാപകരെയും വഞ്ചിക്കുകയാണ് നാം ഇതിലൂടെ ചെയ്യുന്നത്. ഇനി നാം ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് നേരായ ജീവിതത്തിലേക്ക് കടന്നു വരണം. നാം സമൂഹത്തിന് നല്ലൊരു മാതൃകയാവണം. മറന്നുവോ മനുഷ്യാനി മണ്ണിലെ ജീവിതം, മരിക്കില്ല മനസ്സിൽ നിന്നും നിൻ പുതു യൗവനം. മായാത്ത താരങ്ങൾ പോലെ മണ്ണിൽ തിളങ്ങുമോ ഇനി വീണ്ടും. മായാത്ത താരങ്ങൾ പോലെ മണ്ണിൽ തിളങ്ങുമോ ഇനി വീണ്ടും. മറന്നുവോ മനുഷ്യാനി മണ്ണിലെ ജീവിതം, മരിക്കില്ല മനസ്സിൽ നിന്നും നിൻ പുതു യൗവനം. സ്നേഹം നീ വെറുത്തുവോ വേഗം, ബന്ധത്തിനതിരുകൾ മറന്നു പിന്നീ മനസ്സിലെ മോഹം നീ വെടിഞ്ഞോ. പിതൃത്വത്തിൽ സ്നേഹം നീ വെറുത്തുവോ വേഗം, ബന്ധത്തിനതിരുകൾ മറന്നു മനസ്സിലെ മോഹം നീ വെടിഞ്ഞോ. അടഞ്ഞൊരു തിന്മയെല്ലാം